അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു, നിങ്ങളങ്ങനെ ചെയ്തില്ലേ എന്നൊരു ക്വസ്റ്റ്യനിങ് രീതിയിലേക്ക് പോകുന്നു. അതൊരു ശരിയായ രീതിയാണ്. ഇതിനകത്ത് ശരിയും തെറ്റും നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ചോദിക്കാം, പക്ഷേ അതിന് ഉത്തരം ഞാൻ തരാം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് പേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ. കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത്, തൊഴിലാളി എടുത്ത് ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ, ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ചോദിക്കുന്ന രീതികൾ, നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നും പല സാഹചര്യത്തിൽ വളർന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും. പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കും. അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല, കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത്, എത്രയാണ് എടുത്തിരിക്കുന്നത്, നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടേ. നമുക്ക് ധാരണ കിട്ടാൻ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുക? വെറുതെ ഒരാൾക്കെതിരെ പരാതിയുമായിട്ട് പോകാൻ പറ്റൂ? എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല. കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു എന്ന്. കുറേ കഴിഞ്ഞ് ഇവരുടെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് എല്ലാം QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു. ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും, ആ കുട്ടി 2 പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ നിന്ന് ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ GPayയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക. അപ്പം നമ്മൾ ഇവർക്ക് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്കൊരു പരാതി ഒറ്റക്കാര്യം അതായി തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? പിന്നെ ഫോൺ ഞങ്ങൾ പിടിച്ച് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഫോൺ തരാൻ പറഞ്ഞു, GPayയുടെ കാണിക്കാൻ പറഞ്ഞു. GPayയുടെ കാണിക്കുമ്പോൾ ഞങ്ങൾ കാണുക, ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവർ ഇറക്കിയിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുക. ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലിരുന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിൻ്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു, ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോൺ ഇരിക്കുക. ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പറിച്ചത്? എന്തെങ്കിലും തെളിവ് വേണം. ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, കേസ് കൊടുത്ത ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടതെന്താ? ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ ഈ കേസ് അവിടെ തീരും. ബാക്കി എന്ത് വേണേൽ കുട്ടികൾ വരട്ടെ, എന്ത് ആരോപണമായിട്ട് വരട്ടെ, പക്ഷേ തെളിവുണ്ടോയെന്ന് നിങ്ങളും കൂടി ഒന്ന് ചോദിക്കുക. ഇനി ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ കൺസേൺ നമുക്കും തോന്നുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുള്ള സംഭവം, എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ്. ഞാൻ എന്നും യൂണിഫോം ഇടുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. ആര് തെറ്റ് ചെയ്തോട്ടെ. ഇപ്പം നമ്മളും എന്താണ് പറയുന്നത്, നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല, നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക. ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കൊടുക്കില്ലല്ലോ, കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കുട്ടികളും എൻ്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുറേ വീഡിയോകളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും QR കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ QR കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കണ്ടേ? പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ഒരു ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവർ, അതിപ്പോൾ നമ്മൾ ഈ കേസ് നമ്മൾ ബോധിപ്പിക്കണമല്ലോ, നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക. ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ല എന്തെന്നോ തട്ടിപ്പടത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ QR കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദിയയ്ക്ക് കൊണ്ട് ക്യാഷായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ QR കോഡിലുണ്ട്, ഇവർ സമ്മതിച്ചിരിക്കുന്നു പണം വാങ്ങിയതായിട്ട്. എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുമല്ലോ. അപ്പോൾ ഇവർ കൊടുക്കണമെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും. വിഡ്രോ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ മതി, സ്റ്റേറ്റ്മെൻറ്റ് കാണാം. സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടോയെന്ന് പോലീസുകാർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പലപ്പോഴും തോന്നിയതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസിയുടെ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത്. അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ എന്നും ചോദിക്കുക, ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി, കസ്റ്റമേഴ്സിൻ്റെ മറ്റാണ് മറിച്ചതാണ്. അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി, എന്താ പറയുക, ഈ CCTV വീഡിയോ. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു പോയില്ല, ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി, ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിൽ വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകേട് വെച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട്, കൃഷ്ണന്മാരെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും. അതങ്ങനെയാണ്. പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നറിയോ, ഇതിനിങ്ങനെ ചെയ്യണം, ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത്, ഇന്നതാണ് ഇന്നത്തെ വകുപ്പ്. കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. എൻ്റെ മകൾ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക, അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു. ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി. ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ കൂടെ നിന്നവരെ പറ്റി നമ്മൾ എങ്ങനെ സംശയിക്കും? അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം, ഈ കണക്ക് നോക്കണം, എല്ലാം പറഞ്ഞ വരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു.
പക്ഷേ പണം പോയി. ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന് ഓഡിറ്റർ പറഞ്ഞു ഇല്ല, ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ്, അതനുസരിച്ച് പണം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്ക് വലുതായി. ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ 4 പെമ്പിളരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണും. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട്, ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞ് ആത്മഹത്യയല്ല വേറെ മാർഗ്ഗമില്ല. ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടല്ല. എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കി അവർ തരാൻ വരുന്നത് തരട്ടെ, അവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് തീരുമാനം എടുത്തത് ഞാനാണ്. അതെ, ചിലപ്പോൾ എൻ്റെ പൊരട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിൻ്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഡെപ്ത് പിടികിട്ടി എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങളവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ ഒരു കൃഷ്ണന്മാർ ആൾ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസർ ഒന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങളിങ്ങനെയൊക്കെ എടുക്കേണ്ടുന്ന സാഹചര്യം വന്നു, ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് വന്നു. 8,80,000 എത്ര രൂപയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസ കാര്യം എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എത്ര പൈസ തരാം. അങ്ങനെ പറഞ്ഞ് അവർ ഞങ്ങളൊരു 15 ലക്ഷം രൂപയുടെ തരാം, 5 വീതം. അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം 3 തവണയായിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്ത നടപടി? ഇനി സെറ്റിൽമെൻറ്റ് വേണ്ട, നമുക്ക് നേരെ കേസിന് പോകാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി വിശ്വസിക്കുന്നു, അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും.